ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ബിഗ് ബോസിലെ കട്ടപ്പയായി നമ്മുടെ ശൈത്യ. അതായത് കൂടെ നിന്ന അനുവിനെ എന്തോ ചെയ്ത് മലർത്തി അടിച്ച് എന്ന് പറയാം. അതെ, അതാണെങ്കിൽ ശരത്തും ശൈത്യം പിന്നീട് അത് പറയുന്നുണ്ട്. അതപ്പോ ശരത്ത് വീണ്ടും പറയുമ്പോഴും ശൈത്യ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്നാലും വളരെ മോശമായി പോയെന്ന് പറയണം അല്ലെ. കാരണം നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരിടത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരി എന്ന നിലയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാള് അതും ഇത്രയും മോശമായിട്ട് പറയാ എന്ന് പറയുമ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ല പറയേണ്ടത്, ഏത് ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ. അതായത് കാലിൽ വീണ് മാപ്പ് പറഞ്ഞതിനെ അവര് വേറെ രീതിയിൽ കൂടോത്രക്കാരിയാക്കി മാറ്റി. അല്ല, എനിക്ക് അത് കുഴപ്പമില്ല. കാലിൽ വീണ മാപ്പ് പറഞ്ഞതിന് അങ്ങനെ പറഞ്ഞപ്പോ ശരത്ത് ലാസ്റ്റ് പറയുന്നുണ്ട് അത് ശൈത്യാണ് ആ രീതിയിൽ അതിനെ കൊണ്ടുവന്നത്, ശൈത്യാണ് പറഞ്ഞത് അനുവിനെ എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ അപ്പാനി പറയുന്നുണ്ട്. അത് ശൈത്യ ഇങ്ങനെ അടിക്കുമ്പോഴും ശരത്ത് പറയുന്നുണ്ട് കൂടുതലും വീണ്ടുണ്ട് അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട്. കൂടെ നിന്നിട്ട് ശൈത്യ ഇത് കാണിച്ചത് വളരെ മോശമായി പോയി. പക്ഷെ നമ്മളെ അത് കാണിച്ചിട്ടില്ല. അതെ അതെ. പിന്നെ അതേപോലെ ആര്യൻ അവസാനം ഒടുക്കത്തെ അവന്റെ മൊട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിനെയാണോ? അതെ, അത് എന്താണോ ആരെയാണോ പറഞ്ഞതെന്ന് അറിയില്ല. ആര്യൻ ഇടയ്ക്കിടയ്ക്ക് വായിന്ന് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ വീഴുന്നുണ്ട്. ഇന്ന് ലാലേട്ടൻ്റെ അടുത്തും ചെറിയ രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനുള്ള പണികൾ ഇട്ട് വാങ്ങാൻ ആര്യൻ ഇനിയും ബാക്കിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ ആര്യന്റെ ഈ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഓരോരോ തീരുമാനങ്ങളും സ്വഭാവവും അത് ആര്യന്റെ കളിയെ ബാധിക്കുമോ? അതെ, അത് ഗിസയിലും കൂടെ നിന്ന ഗിസയിലും ഇപ്പൊ പറയുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ആര്യനിൽ ഒരു മാറ്റം ഉണ്ടെന്ന് ഗിസയിൽ പറയുന്നുണ്ട്. ഇനി അത് ശരിക്കും ആര്യനിൽ മാറ്റം ഉണ്ടായിട്ട് തോന്നിയതാണോ അതോ ആര്യൻ ടാർഗറ്റഡ് ആണ് അല്ലെങ്കിൽ ആര്യന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഗിസയിലിന്റെ ഗെയിം ചേഞ്ച് ചെയ്യുന്നതാണോ എന്നൊരു ഡൗട്ടും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്പാനിയുടെയും ശൈത്യയുടെയും അവിടെ ഇവിടെ നിന്നുള്ള ഒരു കളിയുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. മനസ്സിലാക്കിയവർ അടുത്ത ആഴ്ച ഇനി അവരുടെ കളി എങ്ങനെയാ നമുക്ക് അറിയാം. അതേപോലെയാണ് നമ്മുടെ ജമ്പനും തുമ്പന്റെയും ആ ഒരു ഗെയിം പ്ലാൻ ഈ ആഴ്ച വീണ്ടും കണ്ടുകിട്ടും. ജമ്പൻ അക്ബറും തുമ്പൻ അപ്പാനിയും. അതെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാ ഇമാതിരി പ്ലാനിങ്ങും ഉണ്ട്. എന്നല്ലാതെ വേറെ ഒരു ഗുണവും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എന്നും ഭയങ്കര പ്ലാനിങ് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ പോയി കഴിയുമ്പോൾ പ്ലാൻ ചെയ്യുന്ന കാണാം. എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് അഭിലാഷിന്റെ പത്തിക്ക് അടിക്കാൻ നിൽക്കുക അടുത്ത ആഴ്ച. കണ്ടറിയാം നടക്കുമെന്ന്. അതേപോലെ അക്ബറും പറയുന്നുണ്ട് അഭിലാഷിനെ കുറിച്ച് ചർച്ചാ വിഷയം ആയിട്ടേ ഇല്ല. അപ്പൊ ആളിങ്ങനെ പതുങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് കണ്ടറിയാം. അതേപോലെ പിന്നെ ഡേ 21 ആണ് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്കിന്ന് തുടരാം. അപ്പം അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. നിങ്ങൾ ബിഗ് ബോസ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. തുടക്കക്കാരാണ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് രാവിലെ പാട്ടോട് കൂടി തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത്. നല്ല പൂക്കളം അല്ലെങ്കിൽ പൂവൊക്കെ നിറഞ്ഞ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഓണത്തെ റെപ്രസെന്റ് ചെയ്ത് ഇട്ടയാണെന്ന് പറയാം. അത്തപ്പൂ അതല്ല, അത് മാത്രമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഇത്തവണത്തെ എല്ലാം ഒരു ഫ്ലോറൽ ടൈപ്പ്. അതെ, അല്ല ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തപ്പൂവിലെ പൂക്കളെ റെപ്രസെന്റ് ചെയ്താണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ജസ്റ്റിനും രമ്യ നമ്പീഷനും ഏഷ്യാൻസും കൂടി ചേർന്നിട്ട് നമ്മുടെ അത്തപ്പൂക്കൾ അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് അവർ ലോഞ്ച് ചെയ്തായിരുന്നു. ഓണപ്പാട്ട്, ഓണപ്പൂപ്പാട്ട്. അതെ, അപ്പൊ അതായിരുന്നു നമ്മൾ ഇന്ന് കാണിച്ചത്. വളരെ നല്ലതായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. ഓരോ പൂവിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ ഒരു പാട്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴല്ല ലാലേട്ടൻ ഓരോ പൂവിനും ഓരോരോ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. തുമ്പപ്പൂവിന് വിശുദ്ധി, തെച്ചിക്ക് ഭക്തി, അങ്ങനെ കുറെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ പഴമയിൽ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആ സമയം കുറെ പിച്ചി എടുത്ത് പൂവിടും. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും കിട്ടാനില്ല. ഇപ്പൊ എല്ലാം പൂവ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്നതെല്ലാം മേടിച്ച് അല്ല എവിടെയാ ഇപ്പൊ പൂവ് ഇരിക്കുന്നത്? തുമ്പപ്പൂവൊക്കെ ഇപ്പൊ കാണാൻ പോലും ഇല്ല. പണ്ടൊക്കെ നമ്മുടെ കൊച്ചുകാലത്തിലൊക്കെ അതൊക്കെ അവിടെ ഇവിടെയും പോയി കാടൊന്നും ഇല്ലല്ലോ. രാവിലെ ആകുമ്പോ ഇറങ്ങും, അതെ, ഇതും പിടിച്ചോണ്ട് ഇറങ്ങും. അതെ, അത് നമ്മുടെ ലാലേട്ടനും പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാം കടയിൽ നിന്ന് വാങ്ങി പോയിടുന്ന പൂക്കളാണ്. പണ്ട് നമ്മള് തോടിലും തൊടിയിലും ഒക്കെ ഇറങ്ങിപ്പോയി പറിക്കുന്നതിന്റെ ആ ഒരു ഇത് വേറെ തന്നെയാണ് അല്ലേ. അത് ശരിയാ, അത് നല്ലൊരു രസമാണത്. അത് ലാലേട്ടൻ പറഞ്ഞപ്പോ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. രസം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കിച്ചൺ ടീമിന്റെ അടുത്തായിരുന്നു കേട്ടോ ചോദിക്കുന്നത്. കിച്ചൺ ടീമിൽ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഉള്ള ഫുഡ് വെച്ചിട്ട് മാക്സിമം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ മോഷണം ഉണ്ടല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് എന്ന് പറയുന്നുണ്ട്
ഒരു ദിവസം ഇങ്ങനെ ഒരു കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഫുഡ് ലേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് കംപ്ലൈന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് പറയുമ്പോ അനു പറയുന്നുണ്ട് ഫുഡ് ലേറ്റ് ആയ വിഷയമായി. മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്നും ഫുഡ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരു ദിവസം ലേറ്റ് ആയി പോയെന്ന് പറയുമ്പോ അത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം 12:30 അങ്ങോട്ട് അവര് ഫുഡ് കഴിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം അവര് അപ്പോഴാ ടൈം അറിയുന്നതെന്ന് തോന്നുന്നു, അവർക്ക് അത് ഏകദേശം ടൈം അറിയത്തില്ലല്ലോ, അപ്പൊ അങ്ങനെ അത് പറയുന്നുണ്ടായിരുന്നു. അതെ, അപ്പോഴത്തേക്കും നമ്മുടെ സീനിയർ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കോഫി പൊടിയെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, അതെന്താണ് എടുത്ത് മാറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കും. ഗിസലിന് ഒരു പണിഷ്മെന്റ് കൊടുക്കൂന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യമാണ് കേട്ടോ. ഈ വട്ടവും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ആര്യന് പണിഷ്മെന്റ് കൊടുത്ത കണക്ക് ഗിസലിനും എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ഈ ആഴ്ചയും കൊടുക്കണ്ടല്ലേ? റൂൾ ബ്രേക്ക് ചെയ്ത് ചിലപ്പം ജയിലിൽ നല്ല ഹെവി ടാസ്കാ കൊടുത്തത്. അതെ, അതൊരു 1.5 ടാസ്ക് തന്നെ, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഗിസയിൽ പറയുന്നുണ്ട് ഇവിടെ കോഫിപ്പൊടി എല്ലാവർക്കും കോഫി വേണം, 2 നേരം ഇട്ട് കഴിഞ്ഞാൽ അത് തീരും ലാലേട്ട, അതുകൊണ്ട് ഞാൻ ഒരു നേരം മാത്രം മതിയെന്ന് കരുതി എടുത്ത് മാറ്റി വെച്ച, അതായത് നല്ല കാര്യം ചെയ്ത പോലെ അതങ്ങ് ട്വിസ്റ്റ് ചെയ്തു. അതായത് കോഫിപ്പൊടി എടുത്ത് മാറ്റി വെച്ചത് എല്ലാവർക്കും അത് തികയാൻ വേണ്ടിയിട്ടാണ്, രാവിലെ ഒരു നേരം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഞാൻ ഒരെണ്ണം തീർന്നപ്പോ കൊണ്ടുവന്ന് അടുത്ത വെച്ചത് കേട്ടോ. അത് നല്ലോണം ട്വിസ്റ്റ് ചെയ്തല്ല, നല്ല പച്ച കള്ളം പറഞ്ഞത്. അതെ, അതും പറയുന്നത് പക്ഷെ ഞാൻ തീർന്നപ്പോ എടുക്കാം എന്ന് കരുതി ഞാൻ സൂക്ഷിച്ചു വെച്ചതാണെന്ന്. അത് നമ്മുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്ന പറയത്തില്ല, അദ്ദേഹം മൂത്ത് നോക്കി അല്ല, അത് പറയില്ലേ, കക്കാൻ മാത്രമല്ല നിക്കാനും അറിയാന്ന്, ആ ഒരു രീതിയായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ അതേപോലെ നെവിനെയും കൂടെ എണീപ്പിച്ച. അതെ, അപ്പം നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, കോഫിപ്പൊടി തീർന്നത് ഞാൻ ഓൾറെഡി തലേന്ന് വൈകിട്ട് ഞാൻ പറഞ്ഞതാ, എന്നിട്ടും പിറ്റേന്ന് രാവിലെ ഞാനിങ്ങനെ ആ കോഫിപ്പൊടിയുടെ ഇതെടുത്ത് കാണിച്ചിട്ട് ഒന്നും മിണ്ടിയില്ലായിരുന്നു, മിണ്ടാതെ നിന്നതാ, പിന്നെയാണ് കൊണ്ടുവന്ന് വെച്ചത്, അതല്ലാതെ തന്നെ എടുത്തിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗിസേല് പറയുന്നുണ്ട് ഞാൻ ഭരണിയിലാ ഇട്ടത്, അത് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഭരണിയിലൊന്നും അല്ല ഇട്ടെന്ന് ഷാനവാസ് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് തെറ്റല്ലേ, എല്ലാവർക്കും കൂടെ കൊടുത്തല്ലേ. എന്നിട്ട് നമ്മൾ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓറഞ്ച് എടുത്തല്ലേ എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ട് അത് ഞാൻ എല്ലാവർക്കും കൂടെയാണ് കൊടുത്തത്, ചീസ് ഒക്കെ എടുത്തിട്ട് റെന എല്ലാം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റെന എടുത്ത് നോക്കുമ്പോൾ റെന പറയുന്നുണ്ട് അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ടും മോഷണം തന്നെയാണ്, ഒരാള് പബ്ലിക് ആയിട്ട് ചെയ്തു, ഒരാള് സീക്രട്ട് ആയിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ അങ്ങ് പറഞ്ഞു വിട്ടു. ഗിസലിന് കുറച്ചും കൂടി ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. റൂൾ ബ്രേക്കിംഗ് ഇപ്പൊ 2ാമത്തെ ആണ്, അപ്പൊ അതുകൊണ്ട് നോക്കാം ഇനി അടുത്ത ആഴ്ച എങ്ങനെയാന്ന് നോക്കാം, അല്ലെങ്കിൽ ജയിൽ ടാസ്കിൽ ഇതായതുകൊണ്ടായിരിക്കാം അനങ്ങായിരുന്നെന്ന് തോന്നുന്നു. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച്, അല്ല ക്യാപ്റ്റൻസി ടാസ്ക് അല്ല കേട്ടോ, ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചു. അതായത് നമ്മുടെ ആര്യന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചപ്പോ അനീഷ് പറയുന്നുണ്ട് ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ ആണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്നൊക്കെ പറഞ്ഞ അനീഷ് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആദ്യത്തെ 3 ദിവസം നന്നായി പോയായിരുന്നു, ബാക്കി ഡേയ്സ് മോശമായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗിസലിനോട് ചോദിക്കുമ്പോ ഗിസൽ ആദ്യം പറഞ്ഞത് നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാലേട്ടൻ ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്, ആര്യനെ പറ്റി എന്ത് ചോദിച്ചാലും ഗിസലിന് വേണം നല്ല അഭിപ്രായമാണല്ലോ. അപ്പം ഗിസൽ അത് പറഞ്ഞു, അല്ല ചില ദിവസം കുറച്ച് മോശമായി തോന്നി, മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അക്ബർ പറഞ്ഞ് എന്തോ പക്വതയുടെ കുറവുണ്ട്, ചിലയിടത്ത് കൊള്ളാം, സെയിം ഇത് തന്നെ അക്ബർ ഒന്ന് സൂചിപ്പിച്ച് തന്നെ പറഞ്ഞത്. അതെ, ഇപ്പൊ രേണുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ രേണു പറയണ്ടേ ഇല്ല അവൻ എല്ലാ കാര്യവും വന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്, ടീമിന്റെ കാര്യമൊക്കെ വന്ന് എന്നോട് ചോദിക്കുന്നതല്ലേ, എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അത് നല്ല ക്യാപ്റ്റൻ ആവും. അപ്പൊ ശൈത്യ പറയുന്നുണ്ട് കയ്യിൽ നിന്ന് പോയി അവന്റെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ മറ്റേ ശൈത്യയുടെ ഇഷ്യൂ ചിരിക്കുന്ന കാര്യം ചോദിച്ചു. അപ്പൊ ആര്യം പറയുന്നത് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഇമോഷണൽ ബേസ്റ്റ് ആയി പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അഭിലാഷിനെ ചോദിച്ചപ്പോ അഭിലാഷ് പറഞ്ഞ് ഇതണക്ക് ശൈത്യ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പെട്ടെന്ന് സൗണ്ട് എടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ 3-4 പേര് ചിരിക്കുന്ന കണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു കഥയൊക്കെ കഴിഞ്ഞ മേഖല ഇതിലൂടെ പോയതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ട് കഥ തീരുന്നവരെ വെയിറ്റ് ചെയ്ത് അതിനുശേഷം എണീറ്റ് ഞാൻ ഇച്ചിരി വൈകാരികമായി സംസാരിച്ചത്
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിനുള്ള സോറിയും ചോദിച്ചു കേട്ടോ, മോശമായി സംസാരിച്ചതിന് സോറിയെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിന്നിയുടെ ചോദിക്കുന്നത്, കാരണം ബിന്നി ഡോക്ടർ ആണല്ലോ, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ പറയാനുള്ളതെന്ന് നോക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അത് നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, ഇത് സാഹചര്യത്തിന് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അങ്ങനെ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയിട്ട് ചിരിക്കാന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അപ്പാനെ അടുത്ത് ചോദിച്ചപ്പോ അപ്പാനെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവൻ അവിടെ ഇരുന്നൊരു കൗണ്ടർ അടിച്ചു, അപ്പം ഞങ്ങൾ ചിരിച്ചതാ, അത് കഴിഞ്ഞിട്ട് ഇവന്റെ അടുത്ത് മാറിപ്പോന്നും പറഞ്ഞപ്പോ അവൻ മാറിപ്പോയി ബാക്കിലിരുന്ന് വീണ്ടും അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടിട്ട് സരിക ജയിച്ചേ എന്ന് പറഞ്ഞത്. പിന്നെ ഒനിയലിനെ വിളിച്ചു ചോദിച്ചു. അപ്പം ഒനിയലിനെ വിളിച്ചു ബിന്നി വന്ന് സംസാരിച്ചപ്പോ ഒന്നും ഉണ്ടായില്ലെന്ന്. അതായത് ശൈത്യക്ക് മുമ്പ് ബിന്നി വന്ന് സംസാരിച്ചു, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ശൈത്യയുടെ കഥ എവിടെ എന്നതൊക്കെ കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരന് അത് അത്ര നിസ്സാരമായിട്ടൊക്കെ തോന്നി, അങ്ങനെയൊക്കെ തോന്നി കാണും എന്നിങ്ങനെ സംസാരിച്ചു. അത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് ഒനിയൽ പറഞ്ഞു. അതെ, അപ്പൊ നമ്മുടെ റെനയുടെ ചോദിക്കുമ്പോൾ റെന പറയുന്നത് എന്തോ ഞാൻ ശൈത്യ ചേച്ചിയുടെ പേരിലല്ല ചിരിച്ചത്, പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ എനിക്കും ചിരി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലല്ലോ, അത് അപ്പം ആര്യ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കരമായ രീതിയിൽ നടുവേദനായിരുന്നു, അതുകൊണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നത് അങ്ങനെ നടുവേദന വന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ഈ ഭയങ്കരമായിട്ട് ചെരുപ്പെടുത്തറിയാൻ പറ്റുക എന്ന് ചോദിച്ചു കേട്ടോ. അത് മൊത്തത്തിൽ അവിടെ പൊളിഞ്ഞു ആര്യൻ, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ കാണിച്ചിട്ടില്ല. അതെ, വീഡിയോ കാണിക്കുന്നു എഴുതി വീഡിയോ കാണിച്ചില്ല. എനിക്കൊന്നും ഓൾറെഡി ഇപ്പൊ ഇന്നലെയും ഇന്നും രാവിലെ ആദ്യമൊക്കെ കുറെ കൊട്ട കൊടുത്തോണ്ട് ആയിരിക്കാം. അതെ, അപ്പൊ ഉടനെ എന്തായാലും ആര്യന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ അടുത്ത വീക്കിൽ ഡയറക്ട് നോമിനേറ്റഡ് ആണ് ആള്, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആര്യൻ അത് ചെറിയ വിഷമമുണ്ട് കേട്ടോ, ആളുടെ മുഖമൊക്കെ ഭയങ്കര സാഡ് ആയിട്ടല്ലേ ഇരിക്കുന്നേ. ആര്യന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഗെയിം കളിച്ച് ഈ പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണല്ലോ, ഈ ടാസ്ക് ഒക്കെ തന്നെ ആണല്ലോ ഈ ക്യാപ്റ്റൻസി ആണെങ്കിലും ജയിലാണെങ്കിലും എല്ലാം ആധാരമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പെർഫോം ചെയ്തിട്ട് ഒരു കാര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ അങ്ങനെ പുള്ളിക്കാരൻ കരുതുന്നത്, അതാ ഇതിന് ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഒണിയലിന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒണിയൽ പറയുന്നുണ്ട് ഭയങ്കര കഷ്ടമായിരുന്നു, ഈ ഒരു തരത്തിൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ജിസേലും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് ഉള്ളത് ഏറ്റവും ചെറുത് നോക്കിയാണ് തന്നിരുന്നത്, ഇതിലും വലുതൊക്കെ ഇനി വരാൻ കിടക്കത്തേ ഉള്ളൂ. എല്ലാവർക്കും ജയിലിൽ പോണെന്നും പറഞ്ഞൊക്കെ ആഗ്രഹമല്ലേ, അപ്പൊ ഇനി അതങ്ങ് തീർന്നോളൂ എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതേപോലെ തന്നെ ഒണിയല് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കഠിനമായിട്ട് തന്നതെന്ന് മനസ്സിലായി, കാരണം എന്റെ ഒരു ആങ്കർ ഇഷ്യൂ കാരണവും അതേപോലെ തന്നെ ജിസേല് റൂൾ ബ്രേക്ക് ചെയ്യുന്നോണ്ടും ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യം, അതുകൊണ്ടായിരിക്കാം ഗിസലിന്റെ ഈ ബ്രേക്കിംഗ് ഒന്നും കാണിക്കായിരുന്നത്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ സംസാരം ഒന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന്. അതേപോലെ തന്നെ ലാലേട്ടൻ അത് ചോദിച്ചു, അത് വാൺ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ വീണ്ടും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യും ചിലപ്പോൾ. അതെ, ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്താലോ. അപ്പം ഷാനവാസ് പറയുന്നത് അത് ആദ്യം വന്ന വീക്കിലായിരുന്നു, അപ്പൊ ഞാൻ അത് ആദ്യം പറഞ്ഞപ്പോ ലാലേട്ടൻ പറഞ്ഞത് പക്ഷെ അത് ഈ ആഴ്ച ആണല്ലോ പറഞ്ഞപ്പോ എന്താണ് ക്ലാരിഫിക്കേഷൻ വരുമ്പോ ആദ്യം ഇങ്ങനെ അക്ബർ ഇങ്ങനെ മോശമായിട്ട് നോക്കുന്ന പോലെ കണ്ടു, അത് ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് വേണം പറയാനായിട്ട്, കാരണം പ്രേക്ഷകർ ചോദിച്ച ചോദ്യമാണ് ഇത്, കാണുന്നവർക്ക് അത് വേറെ രീതിയിൽ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അതൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ ഒരാൾ ചിരിക്കുന്നത് ചിലപ്പോ ആ ഒരു അർത്ഥത്തിൽ കൊണ്ടാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ ചിലപ്പോൾ മിസ്റ്റേക്കും ആവാം. അപ്പൊ അതിങ്ങനെ ഈ ഒരു ഷോയിൽ വന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാർ കാണുന്ന, ഫാമിലി കാണുന്നത്, അവരുടെ ഫാമിലി കാണുന്നത്, അപ്പൊ അത് പല പ്രശ്നങ്ങളും പല രീതിയിലും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഇപ്പോഴേ വിലക്കിയത് തന്നെ നല്ല കാര്യം. അത് അതേപോലെ തന്നെ നമ്മുടെ ശരത്തും ഷാനവാസും കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സംഭവം ഡിബേറ്റിൽ പറഞ്ഞല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, അവര് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നല്ല മനസ്സിലായോ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായി, അവരെവിടേക്കോ പോയി എന്തൊക്കെയോ പറഞ്ഞു, ഷാനവാസ് എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ശരത്ത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഷാരിക എടുത്ത് പറയുന്നുണ്ട് എന്നാ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഇവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെറുതെ, നല്ല രസമുണ്ടായിരുന്നു, കോമഡി രീതിയിൽ അതങ്ങ് പോയതേ. അതെ, വെളിയിൽ ഹോട്ട് സീറ്റിൽ എങ്ങനെയാ ചോദിക്കുന്നത് അതേ രീതിയിൽ തന്നെ ശാരിക നല്ല രീതിക്ക് ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ എല്ലാം ഇപ്പോഴത്തെ സീസണിൽ ഔട്ട് ആവുന്നതിനെ വെച്ചിട്ട് കൂടുതൽ പെർഫോം ചെയ്യിപ്പിക്കുന്ന ഔട്ട് ആവുന്നതിന് മുമ്പ്
എന്നിട്ട് അവരെ പറഞ്ഞു വിടുന്നത്. പക്ഷെ എനിക്ക് ഷാരിക ഔട്ടായാലും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ആള് ഗെയിം ഒന്ന് കളിച്ച് ഓണായി വരുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. ഗെയിം കളിക്കാറൊന്നും നിന്ന് അതിലും സേഫ് ആയിട്ട് നിൽക്കുന്നവർ അവിടെ ഉണ്ട്. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നോമിനേഷൻ ഉണ്ട്. ഇപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഒട്ടും കളിക്കാത്ത തന്നെ രേണുസുതിയൊക്കെ ആണെങ്കിൽ ഒരു വാക്ക കളിക്കുന്നില്ല. അപ്പൊ അതൊക്കെ ഇനി അടുത്ത നോമിനേഷൻ വരുമ്പോ കണ്ടറിയാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്ബറിന്റെ വക അവിടെയുള്ള ഹൗസിനെ പറ്റിയിട്ടും അവിടെയുള്ള ചിലരെ പറ്റിയിട്ടും ഒക്കെ, അതായത് അക്ബറിന് ഇഷ്ടമില്ലാത്ത, അതായത് അക്ബറിനെതിരെയുള്ള ചെറിയവർക്കൊക്കെ ഒരു പാരഡി രീതിയിൽ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. അത് അക്ബറിന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് ഓഫ് വ്യൂ, അത് പുള്ളിക്കാരൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതെ, അതില് ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തരെ പറ്റിയിട്ട് എന്തൊക്കെയാന്ന് കാണാവേ. അപ്പൊ നമ്മുടെ അക്ബർ ആര്യനെ കുറിച്ച് എഴുതിയ പാരഡി നമുക്കൊന്ന് കേൾക്കാവേ. അതെ, തെറ്റൊക്കെ കാണും, ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, നിങ്ങൾ ക്ഷമിക്കുക, ഉള്ളതുപോലെ നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ആര്യനെ പറ്റി അക്ബർ പാടിയതാ. ആര്യമോന് ക്യാപ്റ്റനാണ്, ഒരു വല്ലാത്ത സംഭവമാ, ഡയലോഗ് അടി കൂടുതല, ടാസ്ക് വന്ന വല്ലാത്ത മുട്ട് വേറയ്യാ, ഞാനൊരു വലിയ സംഭവമാ, ആർക്കാലും സ്പീഡ് എനിക്കാ. അത് രണ്ടോട്ടം പാടുന്നുണ്ട്. രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ, രസമുണ്ടായിരുന്നു. പിന്നെ അടുത്ത ബിന്നിയെ പറ്റിയിട്ടാണ് കേട്ടോ. അത് ബിന്നിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല, ലാലേട്ടനൊക്കെ ഇരിക്കുന്നോണ്ട് ഞാനങ്ങ് ചിരിച്ചിരിക്കുന്നു എന്നുള്ളൊരു രീതിയേ ഉള്ളൂ. അതിനെട്ട കൂട്ട് ഞാൻ തരുന്നുണ്ട് എന്ന് പറയുന്ന രീതിയിലായിരുന്നു. എന്തായാലും ഒരു മലയാള സോങ്ങിന്റെ പാരഡി ആയിരുന്നു. ബിന്നി ബിന്നി കുത്തിത്തീരിപ്പിന്റെ രാജകുമാരിയല്ലേ, കുറുക്കനും പേടിച്ചു പോകുന്ന കൗശലക്കാരിയല്ലേ, ഹൈജീനിന്റെ കാര്യത്തിൽ നീ ഒരു വല്ലാത്ത ജാതിയല്ലേ, ബിന്നി നീ മാനത്ത് നിൽക്കാതെ ഭൂമി ബിന്നി നീ മാനത്ത് നിൽക്കാതെ ഭൂമിയിൽ വന്ന് നിൽക്കൂ, അങ്ങനെ കേട്ടാ. അത് എന്തായാലും നമ്മുടെ മറ്റേ എന്തായിരുന്നു, മിന്നി മിന്നി തിളങ്ങുന്ന ആ പാട്ടിൽ എന്ന പാട്ടായിരുന്നു. അടുത്ത നമ്മുടെ ഷാരികയെ കുറിച്ച് പാടുന്ന പാട്ടാണ് കേട്ടോ. ഇത് മുന്നേയും അക്ബർ അവിടെ പാടിയിട്ടൊക്കെ ഉണ്ട്. അതൊരു മാപ്പിളപ്പാട്ട് ഈണത്തിലാണ്. വിഷപ്പാമ്പ് തോൽക്കും വിഷം ചീറ്റുന്ന ശാരികേ, ഓന്തിനേക്കാളും നിറം മാറുന്നോളെ ശാരികേ, ഇന്റർവ്യൂ ചെയ്ത് ബിഗ് ബോസിൽ തെറി കേൾക്കുന്ന ശാരികേ, ഇവിടെ കേട്ടത് അവിടെ പോയി പറയുന്ന ശാരികേ. എന്തല്ല, അതും രസമുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ കിച്ചൺ ടീമിനെ കുറിച്ചാണെന്ന് പറയുന്നെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഷാനവാസിനെയും ഗ്രൂപ്പിനെയും ഇട്ടൊരു കൊട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അക്ബറിന് ഒന്നും രണ്ടും വട്ടം അത് പാടി ഒന്നും കൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടും ഉണ്ട് കേട്ടോ. അതെ അതെ, എന്തായാലും അത് നമുക്കൊന്ന് കേൾക്കാം. അത് മാപ്പിളപ്പാട്ടാണേ. അത് മാപ്പിളപ്പാട്ടാണ്. അടുക്കള തീമല്ലേ, പടക്കളം ആകുന്നില്ലേ, വെപ്രാളം കൂടുതലേ, കോപ്രായം കാട്ടുന്നില്ലേ, അനുമോളുടെ ഭരണം അല്ലേ, അപ്പാനി വെറുതെയല്ലേ, ഷാനവാസും അപ്പാനിയും തമ്മിൽ കണ്ടാൽ കുരയ്ക്കും, അതിൻ്റെ ഇടയിൽ അനീഷിന്റെ മഴക്കരുത വിളിയും, അഭിലാഷും ഒണിയനും ഷാനവാസും തുണയ്ക്കും, ഷാനവാസും അഭിലാഷും ഒനിയലും നേവീനും, ഫോർ ദ പീപ്പിൾ എന്നും സ്വയം കരുതുന്നു. അത് എന്തായാലും നല്ലതായിരുന്നു. ഇത് രണ്ടു വട്ടമൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, റിപ്പീറ്റ് ചെയ്ത് പാടി ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കാനുള്ള പരിപാടി. എന്തായാലും അക്ബറിനെ നല്ല ഗെയിം അറിയാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഓണിയായിട്ടുള്ള കൊട്ടാണ് കേട്ടോ. പക്ഷെ അത് എന്റെ ഫേവറേറ്റ് പാട്ടാണ് പാരഡി ആയിട്ട് എടുത്തേക്കുന്നത്. അത് പാടാം നമുക്ക്. ഞാനൊരു ക്ലാസ് തരാം, സംസ്കാര ക്ലാസ് തരാം, ക്ലാസ് തെറ്റുക നന്നാവരുതേ, രണാമോളെ നീ അറിഞ്ഞോ, നിന്നെക്കാളും പ്രായമുണ്ട്, ഫോർട്ട് കൊച്ചിക്കാരനാണ്, കരയിപ്പിക്കും കണ്ടോടി നീ കണ്ടോടി. അപ്പം ഇത് നല്ല രസമുണ്ട്, നമ്മുടെ മമ്മൂട്ടിയുടെ പാട്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആള് നല്ല രീതിക്ക് ലിറിക്സ് ഒക്കെ എഴുതിയേക്കുന്നത് നല്ല ട്യൂണിനനുസരിച്ചിട്ടുള്ള. അപ്പൊ അടുത്ത നമ്മുടെ മോഹങ്ങളുമായി പോയ നമ്മുടെ ഒണിയിലിന്റെയും ഗിസേലിന്റെയും ജയിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണേ. അത് നമ്മുടെ ലാലേട്ടന്റെയും ശ്രീനേട്ടന്റെയും ഒരു പടത്തിലെ പാട്ടായിരുന്നു. അത് നമുക്ക് പോകാം. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ നീലിന്റെ സന്തോഷം, ഗിസേൽ മോളെ ജയിലിൽ വന്ന പോനീലിന്റെ ആഹ്ലാദം, തെയ്യം തരോ തെയ്. ആദ്യം അവർ കുശലം പറയും, ടാസ്കിൽ അവർ അന്തം വിട്ടു, ആദ്യം അവർ കുശലം പറയും,
ടാസ്കിൽ വൃന്ദം വിട്ടു ഒനിയിലിന്റെ കിളികൾ പറന്നു ഗിസൽ മോള് മൗനമായി അവരുടെ പ്ലാനിങ് ചീറ്റിയേ തെയ്യന്തര അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോ തന്നെ ചിരികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തതാണ് ടോപ്പ്. അതെ, അയ്യോ അത് ഞാൻ സ്പെഷ്യൽ അക്ബർ പറഞ്ഞെങ്കിലും അവര് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഞങ്ങള്. കേട്ടിട്ട് അപ്പ ചിരിച്ചു സത്യം പറഞ്ഞു. അതെ. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ അനുമോളുടെ രേണുവിന്റെ ഒരു പെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ ക്ലൈമാക്സ് സോങ് ആയിട്ട് വന്നിരിക്കുന്നത്. അതെ അതെ, അത് ഇനി കേക്കാം. എനിക്കത് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തന്നെ ചിരി വരും. ഇതായിരുന്നു ഏറ്റവും കോമഡി, ഏറ്റവും ഹൈലൈറ്റ്. എനിക്ക് തന്നെ ചിരി വരും ഇത് പാടുമ്പോ. ഇനി നോക്കാം എന്തായാലും. പേൻ 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 എന്റെ തലയിൽ പേനാണേ, അത് ആരുടെ തലയാണേ അനുമോളേ. പേനവൾ ആദ്യം കണ്ടതും മുങ്ങി നടന്നു, നാട്ടാടെ മുന്നിൽ മാത്രമേ പറയുകയുള്ളൂ. പേൻ 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 ഇത് അനുവിന്റെ കേസാണേ, അവളുടെ മാത്രം കേസാണേ ബിഗ് ബോസേ. എന്തായാലും ചിരി വന്നില്ല. അത് കേട്ടപ്പോ അത് പുള്ളി ചിരിച്ച് മറിച്ച്. അതെ, ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അത് ചിലർക്കിട്ട് കൊട്ടുകൊടുത്തെങ്കിലും ഭയങ്കര ചിലർ ആ സീരീസ് ആ ഒരു ഇതിലായിട്ട് എടുത്തേക്കും. ഈ രീതിയിലൊക്കെ ഗെയിം കളിക്കുക, ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഉണ്ട് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അതെ അതെ, ഒരു നമുക്കൊരു ഹാപ്പി മൊമെന്റ് ഒക്കെ തരുന്ന. എപ്പോഴും അടി മാത്രമായിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ അതൊരു രസമായിരുന്നു. അതെ, ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഷോറൂമിൽ നിന്ന് ഒരു ബോർഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചേരുന്നവർക്ക് ആർക്കാണെന്നുള്ളത് നോക്കിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്ന ആർക്കാണോ അവരുടെ പേരിലേക്ക് അത് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അതിൽ എഴുതിയേക്കുന്നത് ഞാനൊരു പുലിയല്ല വെറും എലി എന്നുള്ളത് ഒരു കോളത്തില്, പിന്നെ ഞാനൊരു കാലുമാറ്റക്കാരൻ, പിന്നെ ഞാനൊരു നിഴൽ മാത്രം, ഞാനൊരു ഗെയിമർ, എന്നെ ആരും വിശ്വസിക്കരുത്. അപ്പൊ ഇത് അത്രയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ പേരുണ്ട്, അതിൽ ഓരോരുത്തർ എണീറ്റ് വന്നിട്ട് ആരൊക്കെയാണെന്നുള്ളത് ആ പേരിന് നേരെ വന്നിട്ട് ടിക്ക് ചെയ്യുക. ഇതാണ് ടാസ്ക്. അപ്പൊ അതില് നമ്മുടെ അനീഷാണ് ആദ്യമേ വന്ന് ടിക്ക് ചെയ്യുന്നത്. അതിൽ ഞാനൊരു പുലിയല്ല വെറും എലി എന്നതിൽ ഷാനവാസിന്റെ പേര്, ഞാനൊരു കാലുമാറ്റക്കാരൻ ആര്യന്റെ പേര്, ഒരു നിഴൽ മാത്രം എന്നതിൽ അനുമോളിന്റെ പേര്, ഗെയിമറിന് ബിന്നിക്ക് കൊടുത്തേക്കുന്നത്, വിശ്വസിക്കരുത് എന്നത് അക്ബറിന് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും എണീറ്റ് വരുന്നുണ്ട്. നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നില്ല കേട്ടോ, കാരണം നമ്മളിങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട്, ക്യാമറ ഫോക്കസ് ഇല്ല, അത് ലോങ് ആയിട്ട് എടുത്തേക്കുന്നത്. അതെ അതെ, എല്ലാരും മറഞ്ഞു നിന്ന് എഴുതുന്നത്. പിന്നെ ചിലതൊക്കെ മിക്കതും ഓരോരുത്തർ കറക്റ്റായിട്ടൊക്കെ ചെയ്തേക്കുന്നത്. ചിലർ പക്ഷെ ഇച്ചിരി ഗ്രൂപ്പായിട്ട് കളിച്ച പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കാർക്ക് ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു മട്ടത്തോട് കമത്തി വെച്ചേക്കുന്ന ഒരു സാധനം, ഹെൽമെറ്റ്. അതിനകത്ത് ഈ പേര് എഴുതി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വരെ ഇത് ഡെയിലി വെച്ചോണ്ട് നടക്കണമെന്നാണ്. അത് ഏറ്റവും രസം ഇത് എടുക്കാൻ പോയതൊക്കെ ഏറ്റവും കോമഡി ആയിരുന്നത്. എടുക്കാൻ പോയത് ആരാ? ശാരികല്ലേ? രേണുവിന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അത് എന്താ പറഞ്ഞ ദേവൊന്ന് അനങ്ങട്ടെ ലാലേട്ടോ ഒന്ന്. അല്ലല്ല, അത് ഇതല്ല, അത് എവിക്ഷന്റെ എടുക്കാൻ പോയത്. എവിക്ഷന്റെ ആണോ? മറ്റേ കണ്ണാടി. ഇത് ഓണിയലും ഷാരികയും കൂടെ അവർ പേടിച്ചിട്ടാട്ടോ പോകുന്നത്. ഇന്നലത്തെ കണക്ക് തീരുമാനം ഞങ്ങളെ ഇന്ന് ഇതുവഴി അങ്ങ് കൊണ്ടുപോകും, ഞങ്ങളവിടെ എവിക്റ്റഡ് എന്ന് കരുതിയിട്ടൊക്കെ പേടിച്ചിട്ടാണ് പോണത്. അപ്പൊ ഇതില് ഈ ഒരു ഹെൽമെറ്റ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ പുലി അല്ല ഞാനൊരു എലി എന്നുള്ളത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആര്യനായിരുന്നു കേട്ടോ. അങ്ങനെ ആര്യനാണ് എല്ലാരും കൂടെ ടിക്ക് ചെയ്തിരുന്നത്. അതായത് ഒറ്റ ഗെയിം കൊണ്ട് ആര്യൻ എല്ലാരെയും കൂടി, അത് ഏറ്റവും ഗെയിമർ എന്നുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ ദിവസം കൊണ്ട് ആളിങ്ങനെ ആക്കി. പിന്നെ കാല് മാറ്റക്കാരൻ എന്നുള്ളത് ഷാരികയ്ക്കായിരുന്നു കിട്ടിയത്. അതേപോലെ ഞാൻ ഒരു നിഴൽ എന്നുള്ളത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ശരത്തിനെയാണ്. നമ്മുടെ അക്ബറിന്റെ കൂടെ നടക്കുന്നതിനായിരിക്കും. ഞാനൊരു ഗെയിമർ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊടുത്തത് അനീഷിനാണ്. എന്താ പറയുക, വീട്ടുകാരെല്ലാം അനീഷിനെ ഇത്ര പൊക്കിക്കൊണ്ട്. അതെന്താ കാര്യം മനസ്സിലായില്ലേ? മറ്റേ ടാസ്കില് അനീഷ് ചെയ്തത് കറക്റ്റ് അല്ല, അനീഷ് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം ഈ വട്ടം അനീഷിനായിട്ട് ചോദിക്കാൻ ലാലേട്ടന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് മറുപടികള് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലാതെ. അപ്പൊ അനീഷ് സൂക്ഷിക്കുക, ഗെയിം ഇനിയും ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത്ര നാൾ പൊക്കിക്കൊണ്ടുവന്നതൊക്കെ പോവും. അപ്പം ഗെയിം മനസ്സിലാക്കി ഇങ്ങനെ നിന്നില്ലെങ്കിൽ ഇതിപ്പോ വീട്ടുകാരുടെ ഒരു ട്രാപ്പാണ് സത്യം പറഞ്ഞ. എല്ലാത്തിനും ഇപ്പൊ അനീഷിനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്, നല്ല ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സൂക്ഷിക്കുക. അതെ അതെ.
ഇനി എന്നെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് അനുമോളിനെയാണ് എല്ലാരും കൊടുത്തേക്കുന്നത്. അതെ അതെ. പിന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പാനിയുടെ കാലിത്തോട്ട് ആരെങ്കിലും തൊഴുതോന്ന് ചോദിക്കുമ്പോൾ അനു ഞാനും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ ചെയ്തിരുന്നു, അതവിടെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ ആരും ഒരാളെങ്ങാണ്ട് ഭയങ്കര ഡൗൺ ആണ്, അപ്പാനി ഭയങ്കര ഡൗൺ ആണ്, എന്തോ പ്രശ്നമുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊക്കെയല്ലോ പറഞ്ഞല്ലോ, അതെന്താന്ന് നോക്കുമ്പോ ശൈത്യ പറയൂ, ശൈത്യ എന്ന് പറയുമ്പോൾ ശൈത്യ പറഞ്ഞ അല്ല അത് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാൻ നോക്കിയപ്പോ അപ്പാനി എടുത്ത് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ലല്ലോ ശൈത്യ വേറെന്തോ പറയല്ലോ അനു, കാരണം ശൈത്യക്കും അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെ പറഞ്ഞല്ലോ എന്ന് നോക്കുമ്പോൾ ശൈത്യ അവിടെ കിടന്ന് ഭയങ്കരമായ രീതിയിൽ പൊട്ടം കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ചെറിയ ഒരു രീതിയിൽ ആദ്യത്തെ ആഴ്ച വന്നപ്പോ ഒരു വയ്യായ്മ പോലൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞ, അല്ലാതെ ഒന്നും അല്ല പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അപ്പാനെയും ശൈത്യയും കൂടെ ഒരു വല്ലാത്ത രീതിയിൽ അതിനെ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുവിന്റെ മുഖമൊക്കെ മാറിയിട്ടോ, അനുവിന് മനസ്സിലായോ, ആകെ ഒരു വിളറിയ പോലെ ഒരുമാതിരി മുഖം. നമുക്കറിയാലോ ഏറ്റവും കൂടെ നടക്കുന്ന ഒരു വ്യക്തി വേറൊരു അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ നമുക്കത് ഒരു ഭയങ്കര ഇറിറ്റേഷൻ. അല്ല അപ്പം ശരത്തിനോട് ലാലേട്ടന്റെ ആക്ട് ചോദിക്കുന്നത് അനുമോള് കാരണമാണോ അങ്ങനെ, അയ്യോ അല്ല ലാലേട്ട അങ്ങനെ ഒന്നും അല്ല. അപ്പം ശൈത്യയോട് ചോദിക്കുന്നത് ശൈത്യക്കും ആ നെഗറ്റീവ് എനർജി കിട്ടിയത് അനുമോളിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ ഇല്ല അതല്ലാതെ വന്നതാന്ന് പറഞ്ഞിട്ട് ഇവര് ജസ്റ്റ് പറഞ്ഞങ്ങ് വിടുന്നുണ്ട്. പക്ഷെ അത് അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാലിൽ വീണെന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞത് അത് എനിക്ക് ഇങ്ങനെ സോറി ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ കാലിൽ വീണ് ചോദിക്കാറുണ്ട്, അതെന്തൊരു ചോദ്യമായി പോയി, കാലിൽ വീണത് എന്തിനാ സോറി ചോദിക്കുന്ന ഒരാളടുത്ത്, അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല കേട്ടോ. നമ്മള് കാലിൽ വീണ് സോറി ചോദിക്കാൻ ഒരാളുടെ കാലിൽ അത്രയും തെറ്റുണ്ടെങ്കിലും മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലാതെ കണ്ടവരെല്ലാം കാലിൽ വീണിട്ട് സോറി ചോദിക്കൂന്ന് പറഞ്ഞത് അതെ എന്തിനാണ് കാലിൽ വീണ സോറി ചോദിക്കാൻ. അല്ല ഇപ്പൊ ഈ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ അപ്പാനെയും അനുമോളും തമ്മിൽ ആ ഒരു പ്രശ്നത്തിനൊക്കെ കാലിൽ വീഴാൻ നിന്ന് കഴിഞ്ഞാൽ ആരുടെയൊക്കെ കാലിൽ അനുമോള് വീണോണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ അതെനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ എപ്പോഴും കാലി വീരും, എല്ലാവരുടെ കാലി വീരും എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ മാപ്പ് ചോദിക്കാൻ കാലിൽ ഇങ്ങനെ വീരും എന്ന് പറഞ്ഞത് സീരിയൽ ഡയലോഗ് പോയിട്ട്. അപ്പൊ എന്തായാലും അത് അങ്ങനെ പറഞ്ഞ് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അനുമോക്ക് അത് മനസ്സിലായോ ഇല്ലേന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു സംഭവം ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ലാലേട്ടൻ പോയ സമയത്ത് നമ്മുടെ അക്ബറും ശൈത്യയും കൂടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ശൈത്യ പറയുന്നുണ്ടായിരുന്നു, അക്ബർ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകരുതെന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാൻ അപ്പാനി പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകരുതെന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാൻ നിന്നെന്ന് ശൈത്യ അവിടെയും പൊട്ടം കളിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ അപ്പൊ ശൈത്യ അല്ല അങ്ങനല്ല ഞാൻ ചേട്ടനല്ലേ പറഞ്ഞത്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് അല്ല അപ്പാനി പറയുന്നുണ്ട് ഞാനല്ല നീയാണ് അത് പറഞ്ഞത് ആ ഒരു രീതിയിൽ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് കാലും കയ്യും വയ്യെന്നാ പറഞ്ഞപ്പോ നീയാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ശൈത്യ അവിടെ നിന്ന് പൊട്ടം കളിക്കുന്നു. എനിക്കുണ്ടായിരുന്നത് കൂടോത്രമല്ലാണ് എന്നൊക്കെ എന്തൊക്കെയോ അത് ശൈത്യ സംസാരിച്ചിട്ടുണ്ട്, അനുവിനെ പറ്റി തന്നെയാണ് സംസാരിച്ചത്. ബിഗ് ബോസ് ലൈവിൽ ഇതിലും കാണിക്കാത്ത ഇതൊക്കെ സീനാ കാര്യം കാണിക്കുന്നതേ, ലൈവ് ടെലികാസ്റ്റ് ഇമാതിരി കാര്യങ്ങൾ ഈ പറയുന്നത് അതായിരിക്കും ചിലപ്പോ കാണിക്കാതിരുന്നത്. അല്ല ഇതില് ഇപ്പൊ അപ്പം ശരത്ത് തന്നെ പറയും നമുക്കിനി കൂടുതലൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ടോപ്പിക് അവസാനിപ്പിച്ചിട്ട് ശരത്ത് പോകുന്നുണ്ട്. പക്ഷെ ശൈത്യ അവിടെ നിന്നും ഞാനൊരു പവത്താനാണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ ശൈത്യയുടെ ഗെയിം പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായി പോകും. കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോ ഗെയിമാണ്, ഗെയിമിന്റെ ഇടയിൽ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളെ അത് മോശമാണ് ഇമാതിരിയൊക്കെ പറയുന്നത്. അത് അനുമോളുടെ മോന്താട്ട നമുക്ക് തന്നെ കഷ്ടം തോന്നി. അതെ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, നമ്മളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞ കാരണം അവിടെ അവരാരും വേറെ ആരെയും കാണുന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഒരാളെ നമ്മളോട് ഒന്നും വേണ്ടിയത് എനിക്ക് തോന്നുന്നു അനുമോളല്ല അങ്ങോട്ട് പോയി ശൈത്യാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ആള് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കൂടെ നിർത്തിയ ആള് വന്നിട്ട് മറ്റൊരാളടുത്ത് പോയി നമ്മളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് പറയുന്നതേ തെറ്റാ. അത് പൊക്കോട്ടെ. അപ്പൊ അതിൽ ഇത്രയും മോശമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അല്ല കഴിഞ്ഞ ആഴ്ചയിൽ അനുമോൾക്ക് ഇത്രയും കേട്ടപ്പോഴും നെഗറ്റീവ് കേട്ടപ്പോഴും ശൈത്യം മാറിയപ്പോഴും അനുമോൾ പറഞ്ഞാൽ നിന്റെ ഇഷ്ടം എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ അതുമല്ല വേറെ പരാതി പറയാനോ അല്ലെങ്കിൽ അകറ്റാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പൊ അത് എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന വളരെ മോശമാണ് അത് പുള്ളിക്കാരി. അതെ അപ്പോ ഈ ഒരു കാര്യം ലാസ്റ്റ് നടന്നേട്ടോ. ഞങ്ങളപ്പോ ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അപ്പാനിനെയും അനുവിനെയും സേവ്ഡ് ആക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോ ആ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞ കാര്യത്തിൽ ആരും ചോദിക്കുന്നുണ്ട് ലാലേട്ട നമ്മളിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ചോദിക്കുന്നത് നമ്മളിത് കുളിക്കാൻ പോകുമ്പോഴാണോ? അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഇല്ല കുളിക്കാൻ പോകുമ്പോൾ ഊരി വെച്ചിട്ട്
കുളിച്ചിട്ട് വന്നിട്ട് ഇട്ടിരുന്നാ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഉറങ്ങുന്നതിന് ഊരണോന്ന് ചോദിച്ചു. അപ്പൊ ലാലേട്ട നല്ല മറുപടിയാ വെച്ചു. എന്നെ ഊക്കുവാണോ അതോ എന്നെ ഊരുവാണോ, എന്നെ ഊരുവാണോ, നീ എന്നെ ഊരുവാണോ എന്ന് ചോദിച്ചു. ഊക്കുവാണോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നീ എന്നെ ഊരുവാണോ എന്നിങ്ങനെ ചോദിച്ചു. ലാലേട്ടന് കലിപ്പ് കേറിയത്. അല്ല ഇല്ല, ആര്യന്റെ ചില സമയത്ത് സംസാരമൊക്കെ ഭയങ്കര ഒരുമാതിരി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ. എന്താ പുള്ളിക്കാരൻ വേണമെന്ന് വെച്ചാൽ ആള് അല്ല, എനിക്ക് ആള് കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പുള്ളിക്കാരന്റെ ഈ ടോക്കും കാര്യങ്ങളൊക്കെ ചിലപ്പം പുള്ളിക്കാരന്റെ ഇമ്മച്യൂരിറ്റി ആയിരിക്കാം. പക്ഷെ എനിക്ക് ആള് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മെച്ചൂറാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ചിലവരിങ്ങനെ കാണിക്കുമല്ലോ. അതേപോലെ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, ചിലര് ചിലപ്പോ അതും ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം, ചിലപ്പോ അത് ആളിങ്ങനെ ആയിരിക്കാം. ചിലരുണ്ടല്ലോ, എല്ലാരും നമ്മൾ വിചാരിക്കുന്ന ഓരോ ക്യാരക്ടർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കാം. അടുത്ത എവിക്ഷൻ ആണ് പിന്നെ നടന്നത്. അപ്പൊ രേണുവിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, സ്റ്റോർ റൂമിൽ ഒരു കാര്യമുണ്ട്, പോയി എടുത്തിട്ട് വേണേട്ടാ. അതെ, ശരീരം അങ്ങനെങ്കിലും ഒന്ന് അരകട്ടെ. എന്റെ ദൈവം, ഇത്രയും കാലത്ത് ബിഗ് ബോസിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളോട് ഇങ്ങനെ ശരീരം അരകട്ടെ ജസ്റ്റ് ഒന്ന് പോയി സ്റ്റോർ റൂമിൽ നിന്നെങ്കിലും സാധനം എടുത്തിട്ട് വാന്ന് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും അവിടെ കൊടുത്തു. അതെ, എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും ഈ ഒണിയലും ഷാനവാസും അക്ബറും ഷൈത്തിയും റെന ഫാത്തിമയായിരുന്നു ബാക്കിയുള്ളവർ. ഇവർക്കൊക്കെ ഒരു നമ്മുടെ ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ സൈഡിൽ ഓരോ നമ്പർ ഉണ്ട്. നമ്പർ പറയുമ്പോൾ തുറക്കുമ്പോൾ ഓരോരുത്തരുടെ പേരാണ്. ഇപ്പുറം അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് ഇപ്പുറത്തെ സൈഡിലെ ഗ്ലാസ്സിൽ ആ ഒരു ലെൻസിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഒണിയലിനായിരുന്നു ഷാരികയായിരുന്നു ഉണ്ടായിരുന്നത്. ഷാരിക എവിക്റ്റഡ് ആയിരുന്നു. ഒണിയന്റെ ഗ്ലാസ്സിലാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ ഷാരിക എവിക്റ്റായി. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വാ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് എവിക്റ്റ് ആയതെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ആഴ്ച നന്നായിട്ട് ഗെയിം ആളുടെ ഓണായി മിഡ് സസ്പെൻഷനിൽ പോയി വന്നതിന് ശേഷം നല്ല രീതിക്ക് സംസാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതില് ഷാരിക തന്നെ പറഞ്ഞു, ഞാനൊന്ന് ഓണായി വന്നപ്പോഴത്തേക്ക് തട്ടി പുറത്തിട്ടു. ശരിയാണ്, അവിടെ നോക്കി നിക്കരുത് ടൈം. നമ്മൾ ചെന്നപ്പോ തൊട്ടേ ഗെയിം ഓണാണ്. ശൈത്യക്ക് ചിലപ്പോ കിട്ടിയത് അനുമോൾ ഉണ്ടായിരുന്നു. ശൈത്യക്ക് എനിക്ക് ഒന്ന് വോട്ട് കിട്ടിയത് കാര്യം 2 ദിവസം മുമ്പത്തെ ആ സംഭവം ആയിരിക്കാം ചിലപ്പോൾ വോട്ട് കയറി വന്നത്. ഇല്ലെങ്കിൽ ചിലപ്പം ശൈത്യയും ഡേഞ്ചർ സോണിലായിരുന്നേനെ. ആ ദിവസം ചിലപ്പം വോട്ട് കയറി കാണും 2 ദിവസം. ഇപ്പൊ വല്ലതും ആയിരുന്നെങ്കിൽ അനുവിന്റെ കാര്യം അറിഞ്ഞിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നു. എന്തായാലും അപ്പൊ അതില് നമ്മുടെ ഷാരികയ്ക്ക് കിട്ടിയ ഹെൽമെറ്റ് ഉണ്ടായിരുന്നല്ലോ, കാല് എന്തോ കാല് മാറ്റക്കാരൻ എന്നുള്ളത്. അത് കിട്ടിയത് ആർക്കാ ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലൊക്കെ ആയിരുന്നു കേട്ടോ കൊടുത്തത്. അങ്ങനെ അത് അതിലേക്കും കിട്ടി. ശൈത്യ ഔട്ടായി. പിന്നെ ശൈത്യയുടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശൈത്യ പോയി. എന്തായാലും സേഫ് ഗെയിമേഴ്സ് ഒക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് അതാകുമ്പോ കുഴപ്പമില്ല. ഇതിപ്പോ അവരവിടെ ഇരുന്നിട്ട് അവര് നോമിനേഷനിലും വരണം, അത് ഒരു കാര്യമാണ്. അതില്ലാതെ വന്നിട്ട് കാര്യമില്ല. പിന്നെ നെക്സ്റ്റ് വീക്ക് ലാലേട്ടൻ കാണത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടന് എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും അവിടെ ഇരുന്നിട്ട് ആള് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ആഴ്ച ഒരാൾക്ക് വീടിന്റെ ഫുൾ അധികാരം കൊടുക്കുമായിരിക്കും എന്നാ പറഞ്ഞേ. അതായത് ബിഗ് ബോസിന്റെ എല്ലാ അധികാരവും ഒരാളിലേക്ക് എത്തുന്നു. എനിക്കൊന്നും വല്ല ടാസ്ക് ആണോ, അല്ല തമ്പുരാൻ ടാസ്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മാവേലിക്ക് കൊടുക്കണം എന്തോന്ന് അറിയത്തില്ല. ഒരാളിലേക്ക് വരും. അത് സ്വേച്ഛാധിപത്യത്തിന്റെയും പ്രതീകമാകുമോ ബിഗ് ബോസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ഇച്ചിരി കാര്യമായിട്ടുള്ള ടാസ്ക് ആയിട്ട് തോന്നുന്നു. അത് അക്ബറിന് കൊടുത്തിരുന്ന ഇച്ചിരി നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അതല്ലേ, അക്ബർ കിട്ടിയ അവസരം എല്ലായിടത്തും കിട്ടും. പ്രത്യേകിച്ച് മറ്റേ ഗ്രൂപ്പിന് നല്ല പണി കൊടുക്കും. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. ടാസ്ക് ലെങ്ത് ടാസ്ക് ആണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മറ്റേ കിരീടം അടിച്ചു ഒരു രാജാവും റാണിയും രാജ്യത്തെ പിടിച്ച് 2 ടീമായിട്ട് 2 രാജാവ്. വീക്ക്ലി ടാസ്ക് ആണെങ്കിൽ നന്നായിരിക്കും. അതും അയ്യോ അതാണെങ്കിൽ കിടിലായിരിക്കും കേട്ടോ. ഒരു രാജാവും ഒരു രാജ്ഞിയും അവരുടെ പ്രജകള് അത് ചെങ്കോല് പിടിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊളിക്കും. ആ സമയത്ത് അല്ല ഈ ഒരു ടാസ്ക് നടക്കുമ്പോഴായിരുന്നല്ലോ റോബിൻ ഔട്ടായി പോയത് ഇല്ലേ? അതെ. അങ്ങനെ ഇപ്പം എന്തെല്ലാം നോക്കാം നമുക്ക്. പിന്നെ ബാത്റൂമില് നമ്മുടെ ഷർത്തും ഷാരികയും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അനുമോളുടെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ നമ്മുടെ ഷർത്തും ആര്യനും കൂടി ഇരിക്കുമ്പോൾ ആ ഷർത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ അക്ബറിന്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നിഴലിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഇത് കിട്ടിയെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പം ആര്യം പറയുന്നുണ്ട്, ഞാൻ ഒരു ടാസ്കേ മോശമായിട്ട് ചെയ്തുള്ളൂ, ഒരു ഒറ്റ ടാസ്ക് മോശമായിട്ട് ചെയ്തു, ബാക്കി എല്ലാ ടാസ്കും ഞാൻ നന്നായിട്ട് തന്നെ കളിച്ചത്, എന്നിട്ട് എനിക്ക് ഈ ഒരു സാധനം കിട്ടി. എന്നിട്ട് പറയുന്നു ഒടുക്കത്തെ അവന്റെ മുട്ടയെന്നോ
എന്ന് അതിനെ ആരെയാണോ ഉദ്ദേശിച്ചത് ബിഗ് ബോസിനെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെ, എന്നിട്ട് മുട്ട എല്ലാത്തിനെയും തൂക്കി എറിയും ഞാനെന്ന് പറയുന്നുണ്ട്. അടുത്ത ടാസ്ക് വരുമ്പം കണ്ടറിയാം ഇനി അടുത്ത എന്താണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്നുള്ളത് കേട്ടോ. പിന്നെ ഗിസയിലും പിന്നെയും കൂടെ ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗിസയിൽ പറയുന്നുണ്ട് കുറച്ച് ഡേയ്സ് ആയിട്ട് ആര്യന് കുറച്ച് ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു, ബട്ട് ഹി ഡസൻറ്റ് ലിസൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയുന്നത് അത് നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആദ്യം തൊട്ടേ ആര്യൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കത് അറിയാം, ഇമ്മച്യൂർ ആന്ന് പറയുമ്പം അപ്പോ ഗിസയിൽ പറയുന്നുണ്ട് മറ്റുള്ള ടാസ്കിൽ പോയപ്പോ മുടി വെട്ടില്ല എന്ന് ആര്യം പറഞ്ഞല്ലോ, കാരണം പഞ്ചാബ് ആണ് ആര്യൻ. അപ്പൊ പഞ്ചാബുകാരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള സംഭവമാണ് മുട്ടയടിക്കുന്ന അച്ഛൻ മരിക്കുമ്പോഴെന്ന് പറഞ്ഞത്. എന്നിട്ട് അനുമോളുടെ അടുത്ത് പോയി പറയുന്നു 10,000 പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ മുട്ട അടിക്കൂ എന്ന് പറയുന്നു. ഞാൻ പക്ഷെ അത് സീരിയസ് ആയിട്ടാണ് എടുത്തത്. അപ്പോ അത് ശരിയല്ലല്ലോ, അങ്ങനെ തമാശക്ക് പറഞ്ഞതാണെങ്കിലും അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഗിസയില് ശരിക്കും ആര്യനെ മനസ്സിലാക്കിയിട്ട് മാറുന്നതാണോ അതോ ആര്യൻ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഗെയിം പ്ലാൻ മാറ്റുന്നതാണോ? ആര്യനെ ഇച്ചിരി ഒതുക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഗിസേലിന് നെഗറ്റീവ് ആവുമെന്ന് എഴുതിയിട്ട് മാറ്റുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ആഴ്ച അറിയാൻ പറ്റും അക്കാര്യം. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റീജൽ ജുവലേഴ്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ടാസ്ക് അല്ല ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ മഞ്ജു വാര്യർ ചെയ്തൊരു അഡ്വർടൈസ്മെന്റ് ലോഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു. എന്നിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇവർക്കൊരു ടാസ്കിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്ക് ഒരു ടോക്കൺ കൊടുക്കും. ആ ടോക്കൺ ഇവർക്ക് കൊടുക്കുന്ന പിഗ്ഗി ബാഗിൽ സൂക്ഷിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ടോക്കൺ ഉള്ള, അതായത് ടാസ്ക് ഒക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ ടോക്കൺ കിട്ടുന്ന ആൾക്ക് അവരുടെ ഒരു ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആ ഡയമണ്ട് നെക്ലസ് നമ്മുടെ ഗാർഡനിൽ നിന്ന് ഷോ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതല്ല, അത് ചിലപ്പോഴേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്ന ആർക്ക് വേണേലും കിട്ടാം. കാര്യം നമ്മുടെ വോട്ടിങ്ങിന് അനുസരിച്ച് പെർഫോമൻസ് ഇതാവണമെന്നില്ല. ചിലപ്പോൾ നല്ലോണം പെർഫോം ചെയ്യുന്ന ആൾക്ക് സെക്കൻഡോ തേർഡോ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആളുടെ ക്യാരക്ടർ മൊത്തം നോക്കിയിട്ടാണല്ലോ നമ്മൾ വോട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കിട്ടാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജമ്മന്റെയും തുമ്മന്റെയും ഗെയിം പ്ലാൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ എല്ലാ വീക്കിലും ലാലേട്ടൻ പോയി കഴിയുമ്പോൾ ഒരു ഗെയിം പ്ലാൻ എവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഭയങ്കരമായ പ്ലാനിങ് ആയി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും പൊന്നോ ഈ ആഴ്ച രണ്ടും കൂടെ പൊളിച്ചടക്കി. നമ്മുടെ ഇതിലൊരു കോമഡി എന്താണെന്നറിയുന്നാരു, ഇതില് നമ്മുടെ ശരത്തായിരിക്കും ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുപോയി പറയുന്നത്. അക്ബർ സൈലന്റ് ആയിട്ടിരുന്ന് ഇപ്പൊ ഈ ശരത്ത് പറയുന്നതിന് 1-2 വേർഡ് പറഞ്ഞാൽ പോകത്തുള്ളൂ. ഈ ശരത്തിന്റെ ഡയലോഗ് അടി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോന്നറിയോ, ഓഹ് ഈ ആഴ്ച ശരത്ത് കളിച്ച് മറിച്ച് ബാക്കിയായിരിക്കുന്ന ഷാനവാസിനെ ഓണിയലിനെയും ഒക്കെ മലർത്തി അടിച്ച് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ആയിരുന്നു കേട്ടോ. അഭിലാഷിന്റെ പത്തിക്ക് അടിക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു. അതെ, അപ്പം നമുക്ക് എന്തായാലും അതൊന്നും കാണാൻ വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യണം. ഇതില് ശരത്ത് പോയി കഴിയുമ്പോൾ ഇതുള്ളത്. അപ്പൊ ഇതില് ശരത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അക്ബറിനെതിരെ കളിക്കുന്ന ആരാന്ന് നിനക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, എനിക്കത് മനസ്സിലാക്കാൻ പാടാ, എനിക്കെതിരെ ശത്രുവായിട്ട് ആരാ നിൽക്കുന്നത്, പക്ഷെ അക്ബറിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പൊ അക്ബർ തന്നെ തിരിച്ചു വന്നു, എടാ ആ കാര്യത്തിൽ നമ്മ രണ്ടും മണ്ടന്മാരാണ്, കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാ നമുക്ക് വേണ്ടി തിരിച്ചു പറയുന്നതെന്ന് അറിയാൻ പറ്റില്ലെന്ന് അക്ബർ പറയുന്നത്. അപ്പൊ നമ്മുടെ ശരത്തിന്റെ അടുത്ത വേർഡ്സ് ആണ് കേട്ടോ. ഞാൻ കളം മാറ്റി ചവിട്ടും, ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങുക, എനിക്ക് പ്ലാൻ ഉണ്ട്, എനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. അപ്പൊ ഇത്ര നാളും പറഞ്ഞതൊന്നും പ്ലാനിങ് ഇല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ ചുമ്മാതാണോ? അല്ല അതല്ല, അപ്പാനിയുടെ ഈ കളം മാറ്റി ചവിട്ടൽ എന്തോന്നും മനസ്സിലായി എനിക്ക്. കഴിഞ്ഞ ആഴ്ച ആള് ഭയങ്കര ബഹളം വെച്ച് തുടങ്ങിയപ്പോ ഷാനവാസ് അടിച്ച് താഴ്ത്തിയിട്ട് പിന്നെ വെളിയിൽ പ്രശ്നമാണോ എന്ന് വിചാരിച്ച് ഇത് ഇനി ലാലേട്ടൻ വന്ന് ചോദിക്കുമെന്ന് പേടിച്ച് പിന്നെ 5-6 ദിവസം ആള് മിണ്ടിയിട്ടേ ഇല്ല. ഈ 2 ദിവസം ലാലേട്ടൻ ചോദിച്ചില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും പ്ലാനുമായിട്ട് ആളെ ഇറങ്ങി. ഞാൻ ഷാനവാസിനെ അടിച്ചു മറിക്കും. അതെ, അപ്പോഴത്തേക്കും നമ്മുടെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ, നമ്മളിവിടെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നടക്കുന്നത് മറ്റേവരാണെന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ശരത്തും മോണിയലും പിന്നെ ആരാ അഭിലാഷും ആണ്. ഇപ്പൊ അതിൽ നെവിനും കൂടിയിട്ടുണ്ടെന്ന്. അല്ല, നമ്മൾ ഒരിക്കലും ഗ്യാങ് ഒരുമിച്ചിരിക്കുന്നതിന് ഗ്യാങ് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വെളിയിൽ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിസം ഒന്നും നമ്മളെല്ലാരും പറയും. ഇവര് പ്രേക്ഷകർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ഈ ജയിൽ ടാസ്ക്, ക്യാപ്റ്റൻസി ടാസ്ക്, അങ്ങനെ ഗെയിം ഗ്രൂപ്പായിട്ട് അവർ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിന് അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്ന് പറയുന്നത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ സ്വയമോ പറയുന്നത്. പക്ഷെ ഇവര് നടക്കുമ്പോ കൂടെ നടക്കുന്നുണ്ട്, ഇരിക്കുമ്പോ കഴിക്കുമ്പോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പ്ലാനിങ് വെച്ച് പക്ഷെ അക്ബറും അപ്പാൻ ഇത് ചെയ്യുന്നുണ്ട്.
ജയിൽ ടാസ്ക് ആണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അവർ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അല്ല, നമ്മുടെ ഷാനവാസും ഒണിയിലേക്ക് ഇതൊരു ഗെയിം വന്നിട്ട് ഒരു ഗെയിമിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അപ്പാനിയും അക്ബറും ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഈ മറ്റേ ഗ്യാങ്ങിനെ പൊളിക്കണം, അവരെ പൊളിക്കണം, ഇവരെ പൊളിക്കണം, അവർക്കെതിരെ ഇവർക്കെതിരെ, അതേ അങ്ങനെ ആ ഒരു രീതിയാണ് പോകുന്നത്. അവരങ്ങനെ പൊളിക്കണമെന്നൊന്നും പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒപ്പീനിയൻ ചാടി എണീറ്റ് പറയാറുണ്ട് എന്നുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതല്ല നിങ്ങൾക്ക് കമന്റ്സിലൂടെ പറയാം. അപ്പൊ നമ്മള് ഷർത്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാന് എന്നെ പറ്റി ഇവിടെ മാറിയിരുന്നൊക്കെ ഓരോരുത്തർ പറയുന്നൊക്കെ എനിക്ക് അറിയാം, എനിക്കത് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അഭിലാഷ് 2 എപ്പിസോഡിലും ഇല്ലായിരുന്നു, ആള് സൈലന്റ് ആയിരുന്നു, അപ്പൊ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രണ പറയുന്നുണ്ട് അഭിലാഷ് ഒതുങ്ങി നിക്കാന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതിപ്പോ ഇവരുടെ ഒരു ഗ്യാങ്ങില് രണയും അതേപോലെ തന്നെ ഗിസയിൽ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ശരത്ത് ആര്യനും അങ്ങനെയില്ല, ആര്യനും അക്ബറും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു പ്രശ്നമൊക്കെ, പക്ഷെ മെയിൻ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുന്നത് രണയും നമ്മുടെ ശരത്തും അക്ബറും ആണ് കേട്ടോ. അപ്പം അതെന്താന്ന് നമുക്കിനി അടുത്ത ശരത്തിന്റെ ഈ പ്ലാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഒക്കെ കണ്ടറിയാം. എന്നിട്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ, അതായത് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരാള് എപ്പോഴും കൂട്ടം കൂടിയായിരിക്കുന്നത്, അതായത് ഒണിയലിന്റെയും അഭിലാഷിന്റെയും കൂടെ ഒക്കെ ഇരിക്കുന്നത്, ഒറ്റയ്ക്കാകെ അയാൾ നിൽക്കുന്നത് നടക്കുമ്പോൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കെന്തോ അക്ബറിന്റെയും ശരത്തിന്റെയും ഇന്നത്തെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് നല്ല രസമുണ്ട്. അവരെ കളിയാക്കിയ ഒരു കോമഡി അങ്ങനല്ല, അവരുടെ സംസാരം ആ ഒരു കോംബോ എനിക്കിപ്പോ ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. അതെ, അപ്പൊ എന്തായാലും അത് കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിലും നൂറയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മളെ കാണിച്ചിട്ടില്ല, നടന്ന സംഭവം എന്താണെന്ന് അറിയില്ല. അതില് നൂറ പറയുന്നത് അക്ബറിന്റെ കയ്യിൽ നിന്നും അത് കേട്ടപ്പോ വിഷമമായി, നമ്മുടെ സെക്ഷുവാലിറ്റി അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും, നമ്മുടെ ഗെയിം നമുക്ക് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നൂറ് കരഞ്ഞു പറയുമ്പോൾ നമ്മുടെ ആദില പറയുന്നുണ്ട് നമ്മള് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം, കാരണം നൂറയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ കോൺവെർസേഷനിൽ നിന്നും ഒഴിഞ്ഞു പോകും, അത് പാടില്ല, നമുക്ക് ചോദിക്കണമെന്ന് പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മാറിപ്പോത്തല്ലേ ഉള്ളൂ, അല്ലാതെ ഇതിനുള്ള ക്ലാരിഫിക്കേഷനും കാര്യമൊന്നും തരില്ല, മേ ബി ഇവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ വല്ല പ്രശ്നം ഉണ്ടോണ്ടാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അതില പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലി പോലും നമ്മളെ മനസ്സിലാക്കാത്തടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നൂറ് പറയുന്നുണ്ട് ഷാനവാസിക്ക ആ സംസാരിച്ചപ്പോ പോലും അവർക്കൊരു പ്രിവിലേജ് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു പ്രിവിലേജ് പോലും ഇല്ല, ഒരു എന്ന് വെച്ചിട്ടൊരു ഭയങ്കര വിഷമമായിട്ട്, കാരണം ഫാമിലി ആയിട്ട് കണ്ടവരല്ലേ നമ്മൾ, എന്നിട്ട് നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിന്ന് പറയുന്നുണ്ട്. എന്താ സംഭവം അറിയില്ലല്ലേ, അതെന്തോന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അക്ബറിന്റെ വായിന്ന് എന്തോ ചിലപ്പോ ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇനി അവര് അതിൽ നിന്ന് ഇരിക്കുന്നത് അക്ബറിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവോ, അതെന്തെങ്കിലും ഹേറ്റഡ് വരുമോ എന്നുള്ള രീതിയിലാണ് നൂറെ അതിലും പറയുന്നത്. അല്ല, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, കാരണം ഇവർക്ക് ഓൾറെഡി ഇവരിപ്പോ എത്ര ഇതെന്ന് പറഞ്ഞാലും കുറച്ച് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. കാരണം ഒരു പബ്ലിക് ഇടത്തിൽ ഇങ്ങനെ 2 പേര് ആദ്യമായിട്ടാണ്, ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഇടയിലും ഇവർ ആദ്യമായിട്ടാണ്, കാരണം ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാ. ഇവര് നമുക്കറിയാലോ ഇവരുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ഉടക്കിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അതും ഇത്രയും സൊസൈറ്റി ആയിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു ഇതില് ജീവിക്കുന്നവരാണ്, ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം ഇവർക്ക് ഇങ്ങനെ കുറെ ആൾക്കാരായിട്ട് നിന്നുള്ള പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ രണ്ടുപേരും ഇവരുടെ ലൈഫിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും പേരുമായിട്ട് നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അയ്യോ ഇത് അവരങ്ങനെയാണോ കരുതുക, ചിലപ്പോൾ ചില നോട്ടം തന്നെ നമ്മളൊന്നും ഉദ്ദേശിക്കില്ല, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരെങ്കിലും വന്ന് നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ പോകുന്ന അവസരത്തിൽ അവർക്ക് തോന്നും കണ്ടോ നമ്മൾ വന്നിരുന്നപ്പോഴത്തേക്ക് ഇവരെ എണീറ്റ് പോയി, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്തില്ല, അങ്ങനെ തോന്നിയതാവാം എന്തെങ്കിലും പല കാര്യങ്ങളും അവരിലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആണോ, ഇനി അക്ബർ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും ക്ലാരിറ്റി ഇല്ല ഇവിടെ. അക്ബർ പറഞ്ഞത് എന്തായാലും അവര് ലൈവിലോ അല്ലെങ്കിൽ
ഇതിലൊന്നും ഇട്ടിട്ടില്ല. അതെ, പിന്നെ അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് വീക്കിൽ തന്നെ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഇവരെ വിളിച്ചിരുന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരും ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ട് അതിനെ എടുത്തിട്ട് സംസാരിച്ചവരല്ലേ. അത് പ്രശ്നമാക്കാനോ എടുക്കാനോ, അതും ഷാനവാസ് ഒരു കുട്ടിയുടെ കാര്യം വരെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരോട് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ. അതും ഹെൽത്തി ആയിട്ട് എടുത്ത ആൾക്കാർക്ക് ചെറിയൊരു കാര്യം വരുമ്പോൾ അത് ഭയങ്കര സില്ലി ആയിട്ട് അല്ലെങ്കിൽ വിഷമം തോന്നിക്കുമെന്ന് എനിക്ക് തോന്നില്ല. സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും റീസൺസ് ചിലപ്പോൾ കാണാം, ചിലപ്പോൾ തെറ്റിദ്ധാരണയായിരിക്കാം, എന്താണെന്ന് നമുക്കത് അറിയില്ല, നമ്മൾ കാണിച്ചിട്ടുമില്ല കേട്ടോ. എന്തായാലും എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും കാണുമായിരിക്കും, അതായിരിക്കും കാണിച്ചത്. അല്ലെങ്കിൽ ഒരു ക്ലൂ ഇല്ലാതെ ഇങ്ങനെ എടുത്തില്ലല്ലോ. എന്തായാലും 25-ാം തീയതി നമ്മുടെ ആദിലയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീസൺ 7 ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ അവര് ഹാപ്പി ആയിട്ടിരിക്കണം. അവര് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലാസ്റ്റ് അവര് കരഞ്ഞോണ്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ അതൊരു വിഷമുണ്ടാക്കി. കാര്യം അവരുടെ ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ അത് ഒറ്റപ്പെടൽ അനുഭവിച്ചവർക്കേ അതറിയാം. നമുക്കത് ഞങ്ങൾക്കത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളിപ്പോ ആ രീതി അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആണ്. ഒരുപാട് ഒറ്റപ്പെടലും കാര്യങ്ങളും കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളുടെ ലൈഫുമായിട്ട് അത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രണ്ട് ആൾക്കാരും കൂടെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ നേരിടേണ്ടി വരും. കാരണം ഒരു നോർമൽ ലവ് മാരേജ് എന്ന് പറയുമ്പോഴേ കുറെ പ്രശ്നങ്ങൾ കാണും ചില ഫാമിലിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കാണും, ഉണ്ടാവും. എന്തായാലും അത് സോൾവ് ആവട്ടെ. കാര്യം അവിടെ നിൽക്കുന്ന ദിവസം എല്ലാവരും നല്ല ഫാമിലി ആയിട്ട് തന്നെ നല്ല രീതിക്ക് പോട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും. അതെ. അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ എപ്പിസോഡില്. അപ്പൊ ഇനി തുടർന്നുള്ള അടുത്ത ഡേ 22 എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. എന്ത് തന്നെ ആയിരിക്കാലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പോൾ ഇടുന്നുണ്ട്, അതെല്ലാവരും പോൾ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.